വെൽക്കം ടു ഓൾ. പ്ലസ് 1 ഫിസിക്സിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 equations of motion, then some definitions are there, then derivations of the equations of motion and different graphs, position time graph, velocity time graph, അങ്ങനെ പല ഗ്രാഫുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞാണ് ഈ ആഴ്ച ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ലെസണിന് മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The position time graph of 2 objects A and B are shown below. Which body has greater velocity? B part. Find the ratio of velocities of A and B. ഗ്രാഫ് തന്നിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്. ആംഗിളും കൂടി തന്നത് ശ്രദ്ധിക്കുക. 30 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ ആംഗിൾ തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് ഏത് ബോഡിക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക? യെസ്, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. അപ്പോൾ സ്ലോപ്പ് ഏത് ഗ്രാഫിനാണ് ഇതിൽ കൂടുതൽ നോക്കാം? അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെരിവ്. അപ്പോൾ കുത്തനെയുള്ള ഗ്രാഫ്, കൂടുതൽ ചെരിവുള്ള ഗ്രാഫ് ഏതാണ് ഇതിൽ? ഇറ്റ് ഈസ് എ. സോ ദാറ്റ് മീൻസ് ബോഡി എ ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. രണ്ടാമത്തെ പാർട്ടിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എന്ന് വെച്ചാൽ വി എ ബൈ വി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. സോ ബി പാർട്ടിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. സോ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് വി എ ബൈ വി ബി ഈക്വൽ ടു എ ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ ടാൻ 60 ഡിവൈഡഡ് ബൈ ടാൻ 30. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വി എ ഇസ് ടു വി ബി equal to 3:1. Next question. The velocity time graph of an object is given below. അതിൽ എ പാർട്ട് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഗിവ്സ്. നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് വാട്ട്? ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ബി പാർട്ട് derive the relation x equal to v0t plus half at square using the above graph. ഈ ഡെറിവേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ, അതായത് ഒരു റെക്റ്റാങ്കിളായിട്ടും ഒരു ട്രയാങ്കിളായിട്ടും ഗ്രാഫിൽ താഴെയുള്ള ഏരിയ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇങ്ങനെ ഈ ഗ്രാഫ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അത് ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫും ഈ ഇക്വേഷനും. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീ ഫോൾ is a uniformly accelerated motion. Draw velocity time graph of free fall. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കണം? ആക്സിലറേഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ്
ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ഇൻ വെലോസിറ്റി, ആൻഡ് ആക്സലറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഷുഡ് ബി ഇങ്ങനെയായിരിക്കും, എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ബി പാർട്ട് നോക്കൂ. എ ബോൾ is thrown vertically upwards with a velocity of 20 meters per second from the top of a building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise? How long will it be before the ball hits the ground? നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്, നന്നായിട്ട് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ. എന്താണ്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ബോള് വെർട്ടിക്കലി അപ്വേർഡ്സ് എറിയുന്നത്. ആ എറിയുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൗ ഹൈ, എത്ര ഹൈറ്റിലേക്ക് ഈ ബോൾ എത്തുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ താഴെ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് എത്ര സമയമെടുക്കും നോക്കാം. സൊല്യൂഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആദ്യം വരച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. രണ്ടാമത്തെ പാർട്ടിൽ ഇത് നമുക്കൊരു പ്രൊജക്റ്റൈൽ മോഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ബോൾ എറിയുമ്പോൾ ഒരു ഏകദേശം ഒരു റഫായിട്ടുള്ള ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് അവിടെ. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഉള്ള ഹൈറ്റ്, അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പാണ് നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, u²/2g. യു നെഗറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം എന്താ, മുകളിലേക്കാണ്. നമ്മൾ ജി താഴേക്കായതുകൊണ്ട് താഴേക്കുള്ള ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അത് ഏതായാലും എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ഡയറക്ഷനിന് സൈൻ അസൈൻ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാം. The other direction should be taken as negative. So u²/2g substitute ചെയ്യുമ്പോൾ you will get 20 meters. അവിടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് 20 മീറ്റർ ഹൈറ്റിലേക്ക് പോകും. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്രയായിരിക്കും, താഴെ മുതലുള്ള ഹൈറ്റ് എടുക്കുക, 25 + 20. ഓക്കെ, ടോട്ടൽ ഹൈറ്റ്. അടുത്ത പാർട്ട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള ടൈമാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് s = ut + ½ at². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. s 25. എന്തുകൊണ്ടാണ് നമ്മൾ 25 എടുത്തത്? കാരണം ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് എറിഞ്ഞ ബോൾ ആ ബിൽഡിങ് ഹൈറ്റ് വരെ എത്തുന്ന ആ 20 മീറ്റേഴ്സ് ഉണ്ടല്ലോ, അത്രയും ഭാഗം ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ. കാരണം മുകളിലേക്ക് 20 മീറ്റർ പോയി താഴേക്ക് 20 മീറ്റർ വന്നു, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ലെവലിലെത്തി. പിന്നെ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് 25 എന്ന് എടുത്തത്, 45 എടുക്കാത്തത് അതുകൊണ്ടാണ്. മുകളിലേക്കും 20 ഉണ്ട്, താഴേക്കും 20 ഉണ്ട്. അപ്പോൾ ആ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 25, ടൈം അറിയില്ല, ബാക്കിയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ t² - 4t - 5 = 0. അത് റീഅറേഞ്ച് ചെയ്യുക. t - 5 × t + 1 = 0, t = 5 or t = -1. -1 നമ്മൾ എടുക്കില്ല, ടൈം ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. സോ t = 5 seconds. Clear? Next question. A car traveling at a speed 54 km/h is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പീഡ് is given in km/h, should be converted into meter per second. അതിനെന്താ ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ഗെറ്റ് 15 മീറ്റർ പെർ സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട് 90 seconds. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഫൈനൽ വെലോസിറ്റി v = 0. s ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ഒന്ന് s = ut + ½ at² വേണമെങ്കിൽ യൂസ് ചെയ്യാം,
കുറച്ചുകൂടി സിമ്പിളായിട്ട് വേണമെങ്കിൽ v² = u² + 2as യൂസ് ചെയ്യാം. അതിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. എ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എ കണ്ടുപിടിക്കണം. സോ എ = v - u/t. v അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് -1/6 m/s². സോ ദാറ്റ് മീൻസ് റിട്ടാർഡേഷൻ. എ = -1/6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. നമുക്കറിയാമല്ലോ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റിട്ടാർഡേഷനാണ് സംഭവിക്കുക. ദെൻ s = -u²/2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 675 meters. Okay. Next question. Two parallel rail tracks run north-south. Train A moves north with a speed of 15 meters per second and train B moves south with a speed of 25 meters per second. What is the velocity of B with respect to A? Then what is the velocity of the ground with respect to B? ഒരു പാർട്ടും കൂടിയുണ്ട്. What is the velocity of a monkey running on the roof of the train A against its motion with a velocity of 5 meters per second with respect to train A as observed by a man standing on the ground? ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണത് അല്ലേ. ഇതിൽ ആദ്യത്തെ രണ്ട് പാർട്ട് സിമ്പിളാണ്, പ്രശ്നമില്ല. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ VBA അല്ലേ. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VGB. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം, വെലോസിറ്റി ഓഫ് മങ്കിയാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് മങ്കി? ആ മങ്കി ഈസ് റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എ. ട്രെയിൻ എയുടെ മുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ, അതായത് ട്രെയിൻ എ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മങ്കി മൂവ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വിത്ത് എ വെലോസിറ്റി 5 meters per second വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ എ, അതായത് മങ്കിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ. ഓക്കെ, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ, ഇതാണ് തന്നത്. കണ്ടുപിടിക്കേണ്ടത് എന്താ? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അല്ലേ, ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നോർത്ത് വേണമെങ്കിൽ നോർത്ത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, അങ്ങനെയാണെങ്കിൽ സൗത്ത് നെഗറ്റീവായിരിക്കും. അല്ലെങ്കിൽ ഇനി സൗത്ത് പോസിറ്റീവായിട്ട് എടുക്കാം, അപ്പോൾ നോർത്ത് നെഗറ്റീവായിരിക്കും. ഓക്കെ, നോക്കാം സൊല്യൂഷൻ. ഇവിടെ ഞാൻ ബിയുടെ ഡയറക്ഷൻ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഓക്കെ, എ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നെഗറ്റീവായിട്ടും എടുത്തു. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ നേരെ തിരിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്കിവിടെ പോസിറ്റീവായിട്ട് കിട്ടിയ ആൻസർ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും, എനിക്ക് നെഗറ്റീവ് കിട്ടിയാൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നോക്കൂ, VA തന്നിട്ടുണ്ട്, VB തന്നിട്ടുണ്ട്, VBA കണ്ടുപിടിക്കണം, VGB കണ്ടുപിടിക്കണം, VM കണ്ടുപിടിക്കണം. So VBA = VB - VA, that is VB 25 - -15 = 40 meters per second. ഇതിനി നിങ്ങൾ ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വെൻ ബോഡീസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ VB + VA എന്ന് എടുക്കാം, ഡയറക്റ്റായിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ സൈൻ ഇല്ലാതെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? സെയിം ഡയറക്ഷനിൽ VB - VAയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ VB + VA എന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോന്നിനെയും സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിവേ ആൻസർ നിങ്ങൾക്ക് സെയിം തന്നെയാണ് കിട്ടുക. ഇനി വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി, അത് നമുക്കറിയാമല്ലോ അല്ലേ, ഇങ്ങനെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ബസ് ഒരു സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ ഗ്രൗണ്ട് അതേ സ്പീഡിൽ പുറകോട്ട് പോകും, അങ്ങനെയല്ലേ നമുക്ക് തോന്നുക. അപ്പോൾ VG - VB എന്നുള്ളത് എന്തായിരിക്കും? അപ്പോൾ 0 - 25 = -25. അതായത് ട്രെയിൻ ബി 25 meters per second സ്പീഡിൽ സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൗണ്ട് അതേ സ്പീഡിൽ നോർത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് -25 meters per second. ഇനി
വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ എന്നുള്ളത് വി എം മൈനസ് വി എ അല്ലേ. നമുക്ക് വി എം അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി എം മൈനസ് വി എ നമുക്കറിയാം, -15, ദാറ്റ് ഈസ് വി എം പ്ലസ് 15. ഇതാണ് നമുക്ക് തന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്. വി എം പ്ലസ് 15 ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി എം ഈക്വൽ ടു 5 മൈനസ് 15 ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ ചെറിയ ചില ടൈപ്പിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരാം, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്റർ 1ൻ്റെ വീഡിയോയിൽ 12ാമത്തെ ക്വസ്റ്റ്യനിൽ സി പാർട്ട് ഒരു ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് എഴുതിയപ്പോൾ എമ്മിൻ്റെ പവർ 2 കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ചാപ്റ്റർ 1ൻ്റെ വീഡിയോ കാണുമ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യനിൽ സി പാർട്ടിൽ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ എം സ്ക്വയർന്ന് വരേണ്ടതാണ്. അവിടെ ഞാനത് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾ കറക്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇങ്ങനെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ. ഓക്കെ, അടുത്തത് എ ബോഡി falling under the effect of gravity is said to be in free fall. Draw the velocity time graph for a freely falling object. Define uniform acceleration. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീ ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ബോഡി ഫോളിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ. ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ ഒരു ബോഡി വീഴുന്നതിനാണ് ഫ്രീ ഫോൾ എന്ന് പറയുക. അപ്പോൾ അത് നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷനാണ് സംഭവിക്കുന്നത്. വെലോസിറ്റി താഴേക്ക് വരുന്നതോറും കൂടി വരും അല്ല. ഏറ്റവും മുകളിലത്തെ പോയിൻ്റ് വെലോസിറ്റി 0 ആണ്, താഴേക്ക് വരുന്നതോറും വെലോസിറ്റി കൂടി വരും. അപ്പോൾ വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്കറിയാം, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ദെൻ ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അത് ഡെഫിനിഷൻ കറക്റ്റായിട്ട് വേണം. അടുത്ത, ഫ്രം ദ ഗിവൺ ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ദ ഫിഗർ വിച്ച് റെപ്രസെൻറ്റ്സ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നോക്കൂ, 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞതേ ഉള്ളൂ. നോക്കൂ, ഒരേ ക്വസ്റ്റ്യൻ്റെ തന്നെ സി പാർട്ടാണിത് അല്ലേ, ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴായിരിക്കും ഓർമ്മ വരിക അങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് ഓരോന്നും പൊസിഷൻ ടൈം ഗ്രാഫ്, ആദ്യത്തേത് ഫിഗർ 2ൽ പൊസിഷൻ ടൈം ഗ്രാഫ് വേറൊരു രീതിയിൽ, 3ൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, 4ൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഒന്ന് നോക്കൂ, പൊസിഷൻ ടൈം ഗ്രാഫ് ഇത് ഏതിൻ്റെയാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്നു. അത് ഏത് തരം മോഷനാണ്? എന്താണ് ബോഡിയുടെ സ്ഥിതി? കിട്ടിയോ? എന്താണ്? യെസ്, പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് അല്ലേ, ബോഡി അറ്റ് റെസ്റ്റ്. രണ്ടാമത്തെ ഫിഗറോ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ് അതും, പക്ഷേ ഇൻക്ലൈൻഡ് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. എന്താണ് അവിടെ? പൊസിഷൻ ടൈം ഗ്രാഫ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എസ്, ദാറ്റ് ഈസ് യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തതോ വെലോസിറ്റി ടൈം ഗ്രാഫാണ്, അത് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് അല്ലേ. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത് എന്താ? യെസ്, മൂന്നാമത്തെ ഫിഗറാണ് അല്ലേ. അതിൽ ആക്സിലറേഷൻ ടൈമാണ്, അവിടെ ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഫിഗർ സൂചിപ്പിക്കുന്നത്. സോ ആൻസർ ഇസ് ഫിഗർ 3. ക്ലിയർ? Question number 7. Which of the following statements is or are true? ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെ ശ്രദ്ധിച്ച് വായിക്കുക.
ഇനി പെട്ടെന്ന് ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതൊക്കെ തെറ്റാണെന്ന് നോക്കി ഉറപ്പിച്ചാലും മതി. ഓരോന്നോരോന്ന് തെറ്റാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ആദ്യത്തേത്, an object with constant velocity has always constant speed. മനസ്സിലായോ? ശരിയാണോ തെറ്റാണോ എന്ന്? അടുത്തതിലേക്ക് പോവാം. ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഹാസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അത് ശരിയാണോ? വളരെ പെട്ടെന്ന് ശരിയല്ല എന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലർ മോഷൻ അല്ലേ. സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് വെലോസിറ്റി ചേഞ്ചസ്. കാരണം ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അപ്പോൾ രണ്ടാമത്തത് ഫോൾസ് ആണ്. മൂന്നാമത്തതോ, an object with zero velocity has always zero acceleration. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. ശരിയാണോ? അല്ല, ഇറ്റ് ഇസ് റോങ്. കാരണം an object at maximum height, ഇപ്പോൾ ഞാനീ പറയുന്നത് ഇതിനുള്ള എക്സാമ്പിളും കൂടിയാണേ, അതോടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അപ്പോൾ മാക്സിമം ഹൈറ്റിലുള്ളൊരു ബോഡിയുടെ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സിലറേഷൻ 0 ആണോ? അല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലേ അവിടെ. സോ 3 ഫോൾസ് ആണ്. അടുത്തത്, an object with zero acceleration has always zero velocity. 0 ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി 0 ആവണം നിർബന്ധമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ആക്സിലറേഷൻ 0 ആണ്, വെലോസിറ്റി 0 ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യരുതെന്നേ ഉള്ളൂ അല്ലേ. ചേഞ്ച് വെലോസിറ്റിയാണ് 0. ആക്സിലറേഷൻ 0 മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 0. അപ്പോൾ യൂണിഫോം മോഷൻ്റെ കേസിൽ 0 ആക്സിലറേഷൻ അല്ലേ, പക്ഷേ വെലോസിറ്റി 0 അല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാ? യെസ്, ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. അതായത് ഒബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഹാസ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. Okay, that is true. Next question. An object released near the surface of Earth is said to be in free fall. Choose the correct alternative from the clues given at the end of the statement. Free fall is an example of dash accelerated motion. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. രണ്ടാമത്തെ പാർട്ടിൽ, the incomplete table shows the velocity of a freely falling object in a time interval of 1 second. Complete the table and draw velocity time graph. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. 1 2 3 4 5 6 ആണ് ടൈം. വെലോസിറ്റി 0, പിന്നെ 2 ബ്ലാങ്ക് ആണ്, പിന്നെ 30 40 50 60. അപ്പോൾ എന്തായിരിക്കും? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്, വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നില്ലേ. സോ 10ഉം അടുത്ത് 20 ആണ്. അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കൂ. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫെന്ന്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. പല രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാം ഒന്നും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് സാമ്പിളുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ സി പാർട്ട് ഇതാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡാഷ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ 10ഉം 20 ആണ് വാല്യൂസ്. ഏരിയ ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. Question number 9. Velocity time graph of a body is given below. Which portion of the graph represents uniform retardation? OA, AB, BC, OC. പിന്നെ find the displacement in time 2 to 7 seconds. പിന്നെ stone is dropped from a height h. Arrive at an expression for the time taken to reach the ground. നോക്കൂ, ഏതാണ് ആദ്യത്തെ പോർഷൻ, ആദ്യത്തെ സബ്ഡിവിഷൻ? ഏത് പോർഷനാണ് യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്നത് എന്നാണ്. യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്നത് നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി കുറയാണ് ചെയ്യുക അല്ല, ഡിക്രീസ് ഇൻ വെലോസിറ്റി. ഏത് പോർഷനായിരിക്കും? ബി സി ആണ്. ഓക്കെ, ബി സി ഡിനോട്ട്സ് യൂണിഫോം റിട്ടാർഡേഷൻ. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ ഉണ്ടത് ഗ്രാഫാണ്. അപ്പോൾ 2 to 7 എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ഏരിയ അല്ലേ. നോക്കൂ, 2 മുതൽ 7 വരെയുള്ള ടൈമിൽ ഉള്ള ഗ്രാഫ് എ ബി ആണ്. അപ്പോൾ എ ബിയുടെ താഴെയുള്ള ഏരിയ ആണ് വേണ്ടത്. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ അല്ലേ. ഏരിയ അണ്ടർ എ ബി ഇസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യാം.
നോക്കൂ സൊല്യൂഷൻ നോക്കൂ. സോ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 6 × 5. 6 വെലോസിറ്റി. ഗ്രാഫിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗ്രാഫ് തന്നെയാണിത്. ആ 6 കുറച്ച് മുകളിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ നമുക്കത് 6 ആയിട്ട് എടുക്കാം, മറ്റ് വാല്യൂസ് ഒന്നും തരാത്തതുകൊണ്ട്. അപ്പോൾ 6 × ടൈം ഇൻ്റർവൽ 5 സെക്കൻഡ്സ്. ഇനി അതിൽ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്, മാക്സിമം എത്ര ഹൈറ്റിലേക്ക് പോകും. അവിടെ നമ്മൾ അഗൈൻ S = UT + ½ AT² പകരം എക്ക് പകരം G കൊടുത്തു, GT². U 0 ആണ്, ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എസ്സിന് പകരമാണ് H എന്ന് കൊടുത്തത്, ഹൈറ്റ്. സോ H = ½ GT², T² = 2h/g or T = √2h/g. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് അത്രയും ഹൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, ആ സ്ക്വയർ റൂട്ട് മുഴുവനും ബാധകമാണ്. 2h/g മുഴുവനും സ്ക്വയർ റൂട്ടിന് ഉള്ളിലാണ് വരിക. ഓക്കെ, അതാണ് ബ്രാക്കറ്റ് ഇട്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. The ratio of velocity to speed of an object is എന്താണ്? Ratio of velocity to speed 1, greater than 1, less than 1, either less than 1 or equal to 1. വെലോസിറ്റി സ്പീഡിൻ്റെ റേഷ്യോ നോക്കിയാൽ ഏതായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ഐദർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1. കൺഫ്യൂഷനൊന്നുമില്ല അതിൽ, അല്ലേ? നെക്സ്റ്റ് വൺ, മറ്റൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആസ് ഷോൺ ബിലോ. ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. What is the use of acceleration time graph? Draw the velocity time graph using the above graph. Find displacement in the given interval of time from 0 to 3 seconds. What is the use of acceleration time graph? എന്താണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് കൊണ്ടുള്ള യൂസ്? ആ ഗ്രാഫ് വളരെ ശ്രദ്ധിച്ചിട്ടൊന്ന് മനസ്സിലാക്കൂ. ടൈമും ആക്സലറേഷനും തന്നിട്ടുണ്ട്. ആക്സലേഷൻ 4 ആണ്, പിന്നെ -4, അല്ലേ? ഏത് ടൈമിലാണ് 4? 0 to 3 seconds 4 ആണ്, കോൺസ്റ്റൻ്റ് ആണ് 4ൽ. ദെൻ 3 to 6 seconds -4. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ആക്സലറേഷൻ കാണാം, അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കാണാം, പിന്നെ ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. നോക്കാം സൊല്യൂഷൻ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, 0 to 3 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കാണാം, ടു ഫൈൻഡ് വെലോസിറ്റി ഇൻ എ പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ A 4 m/s², ആദ്യത്തെ ടൈം ഇൻ്റർവൽ 3 സെക്കൻഡ്, U 0 ആണ്. അപ്പോൾ നമ്മൾ A = V - U/T ചെയ്യുമ്പോൾ V - U = A × T or V = U + AT. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമല്ലോ, അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണ്ടേ? ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0, ഫൈനൽ വെലോസിറ്റി അതായത് 3 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. അപ്പോൾ U 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, Aക്ക് 4 × ടൈം 3, 12 m/s. അതായത് 3 സെക്കൻഡിന് ശേഷം T = 0 ആകുമ്പോൾ വെലോസിറ്റി 0, T = 3 ആകുമ്പോൾ വെലോസിറ്റി 12 m/s. ഓക്കെ, ഇനി അപ്പോൾ 0 to 3 seconds വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 0 to 12 m/s. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം, സ്ട്രെയിറ്റ് അല്ല, ഇൻക്രീസ് ചെയ്യുന്ന ലൈനാണ്, അതായത് പോസിറ്റീവ് സ്ലോപ്പുള്ള ലൈൻ. ഇനി അടുത്തതോ 3 to 6 secondsോ? അപ്പോൾ അവിടെ റിട്ടാർഡേഷൻ അല്ലേ നമ്മുടെ ഗ്രാഫിൽ കണ്ടത്, -4 എന്നല്ലേ കണ്ടത്. അപ്പോൾ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയുന്നുണ്ടാവും വെലോസിറ്റി, അല്ലേ? അപ്പോൾ 12 m/s നിന്ന് എവിടേക്ക് എത്തി? 0ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത്തെ പോർഷൻ 3 സെക്കൻഡിന് ശേഷം ഉള്ള ഗ്രാഫ് നെഗറ്റീവ് സ്ലോപ്പാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ നെഗറ്റീവ് സ്ലോപ്പ് ആയാൽ അതിൻ്റെ അർത്ഥം റിട്ടാർഡേഷനാണ്. സോ A -4 ആകുന്ന സമയത്ത് വെലോസിറ്റി ഡിക്രീസസ് ഫ്രം 12 to 0. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും
നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക. ഇതിൽ സി പാർട്ട് t = 3 seconds. ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. u തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം ut + ½ at². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 × 4 × 3 × 3 അല്ല, ചെയ്ത് കഴിയുമ്പോൾ 18 meters കിട്ടും. അപ്പോൾ അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ഫിഗർ ഗിവൺ ബിലോ ഷോസ് ദ മോഷൻ ഓഫ് എ സ്കൂൾ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പോയിന്റ് O ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഫിഗർ നോക്കൂ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫിഗർ അതേപടി എടുത്താണ്. അപ്പോൾ 10, 20 ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ബസ് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ട്രാവൽസ് അലോങ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ. ഇപ്പോൾ ടൈം 2 seconds, ഡിസ്പ്ലേസ്മെൻറ്റ് 10 - 0 10 meter, വെലോസിറ്റി കണ്ടുപിടിക്കണം. രണ്ടാമത്തെ റോയിൽ ടൈം 10 second ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം, വെലോസിറ്റി തന്നിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ആദ്യത്തെ കോളത്തിലെ വെലോസിറ്റി എന്തായിരിക്കും? 10/2 5 meter/second. രണ്ടാമത്തേൽ ടൈം തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് = വെലോസിറ്റി × ടൈം. അപ്പോൾ 10 × 5 50 meter. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്. Is the motion of the bus uniform or non-uniform? Justify your answer. Motion of the bus uniform or non-uniform? എന്തായിരിക്കും? It is uniform. കാരണം എന്താ? വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യൂണിഫോം മോഷൻ ആണല്ലോ. അപ്പോൾ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതിൽ പറയേണ്ടത് എന്തുകൊണ്ട് യൂണിഫോം ആൻസർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, സോ ദ മോഷൻ ഇസ് യൂണിഫോം. ഇനി ചോദിച്ചതിൽ ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി അബവ് മോഷൻ. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും അറിയാലോ. പിന്നെ അടുത്തത്, സ്റ്റുഡൻറ്റ് ഇൻ ദ സ്കൂൾ ബസ് നോട്ടീസ് സ്പീഡോമീറ്റർ ഓഫ് ദ ബസ്. വിച്ച് ടൈപ്പ് ഓഫ് സ്പീഡ് ഇസ് ഷോൺ? ഏതാണ്? സ്പീഡോമീറ്റർ ഗിവ്സ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. നോക്കൂ, അപ്പോൾ യൂണിഫോം വെലോസിറ്റിയാണ്. അതിൻ്റെ കാരണം നമ്മൾ എഴുതി, വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സി പാർട്ടിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. സ്പീഡോമീറ്റർ ഗിവ്സ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്? ദ സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തുള്ള സ്പീഡിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുക. അപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുമിച്ച് എടുത്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ മോഡൽ തന്നെയായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും വരിക. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ഇതുപോലെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.